എല്ലാവർക്കും ആത്മീയം ജഗന്നാഥനിലൂടെ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം അമ്മേ. നമസ്കാരം. ഇന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യം, കർമ്മം വിശദീകരിക്കാമോ, അതിൻ്റെ ഫലങ്ങളും? കർമ്മഫലം ഇത് തന്നെയാണ് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മൾ കർമ്മം അനുഭവിച്ചേ മതിയാകും. അത് ഈ ജന്മത്തിൽ എന്ന് പറയാൻ പറ്റില്ല. 1000 പശുക്കളുടെ ഇടയിൽ നിന്നും ഒരു പശുക്കിടാവ് സ്വന്തം അമ്മ പശുവിനെ തിരിച്ചറിയുന്ന പോലെ ഏത് ജന്മത്തിലായാലും കർമ്മഫലം നമ്മളെ പിടിക്കുക തന്നെ ചെയ്യും. നല്ലതും ചീത്തയും എല്ലാം കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ജന്മങ്ങൾ കിട്ടുന്നത്. അതൊരാവശ്യവുമാണ്. പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കർമ്മങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക തന്നെ വേണം. ശരിയമ്മേ. അടുത്ത ചോദ്യം, എൻ്റെ ആന്തരിക ശബ്ദത്തെ എങ്ങനെ തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യാം? ആന്തരിക ശബ്ദം അത് നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേണ്ട, ശരിയല്ല തുടങ്ങിയ ചിന്തകൾ ആദ്യം മനസ്സിൽ നിന്ന് വരുമല്ലോ, അതിനെയാണ് ആന്തരിക ശബ്ദം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ആത്മാവിന്റെ ശബ്ദം തന്നെയാണ്. കാരണം ഈ കാര്യം ചെയ്താൽ ഭാവിയിൽ ഒരു മനുഷ്യൻ എന്താണ് അനുഭവിക്കുക എന്നത് ഓരോ ആത്മാവിനും അറിയാം. പക്ഷെ നമ്മൾ അത് കേൾക്കാതെ സാഹചര്യ, മനസ്സിന്റെ ഇഷ്ടം, ബുദ്ധിയുടെ തീരുമാനമൊക്കെയാണ് എടുക്കുക. ഇത് പലപ്പോഴും പല അബദ്ധത്തിലേക്കും എത്തുന്നതാകും. ആദ്യം എന്താണ് ഉള്ളിൽ തോന്നുന്നത് അതനുസരിക്കാൻ ശ്രമിച്ചാൽ കുറെയൊക്കെ രക്ഷപ്പെടും. ധ്യാനത്തിലെല്ലാം സ്ഥിരമായി ഏർപ്പെടുന്നവർക്ക് ഈ ആന്തരിക ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയാനും അതിനനുസരിച്ച് ജീവിക്കാനും പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയമ്മേ. അടുത്ത ചോദ്യം, മുൻജന്മ ജീവിത ബന്ധങ്ങൾ സത്യമാണോ മിഥ്യയോ? മുൻജന്മ ജീവിത ബന്ധങ്ങൾ തന്നെയാണ് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. കൂടാതെ പുതിയ കുറെ ബന്ധകർമ്മങ്ങൾ നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജന്മത്തിന്റെ ആധാരം തന്നെ ഈ കർമ്മങ്ങളാണ്. ചില ആളുകളെ കാണുമ്പോൾ പെട്ടെന്ന് ഇഷ്ടം വരുന്നത്, ചിലരെ കാണുമ്പോൾ വെറുപ്പ് വരുന്നത്, ഇതൊക്കെ പോയ ജന്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പോയ ജന്മങ്ങളിലെ അമ്മയും അച്ഛനും സഹോദരങ്ങളും ഭാര്യയും ഭർത്താവും ഒക്കെ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ടാവും. പക്ഷെ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. സിക്സ്ത് സെൻസ് ഉണർന്നവർക്ക് മാത്രം ഇത് മനസ്സിലാവാൻ കഴിയാറുണ്ട്. ഇതൊന്നും അറിയാതിരിക്കുന്നത് തന്നെയാണ് സാധാരണ ജീവിക്കുന്നവർക്ക് നല്ലത്. ശരിയമ്മേ. അടുത്ത ചോദ്യം, ദൈനംദിന ജീവിതവുമായി ആത്മീയ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകാം? അല്പം ഒന്ന് മനസ്സ് വെച്ചാൽ ദൈനംദിന ജീവിതവും ആത്മീയതയും ബാലൻസായി കൊണ്ടുപോകാൻ കഴിയും. രണ്ടും സ്വന്തം കർമ്മങ്ങളാണെന്ന ബോധം വേണം. ഒന്ന് പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിന് വേണ്ടി, മറ്റൊന്ന് സ്വന്തം ആത്മാവിന് വേണ്ടിയും. രണ്ടും പ്രധാനം തന്നെ. പക്ഷെ കൂടുതൽ പേരും ശരീരത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ശരീരം പോയാലും നിലനിൽക്കുന്ന ആത്മാവ് മാത്രമാണെന്ന ബോധം വന്നാൽ മാത്രമേ അതിനെ കൂടെ പരിഗണിക്കാൻ തോന്നുകയുള്ളൂ. ഇതാണ് ആ തിരിച്ചറിവ് എന്ന് പറയുന്നത്. ശരിയമ്മേ. അടുത്ത ചോദ്യം, യുക്തിയും ഭക്തിയും ഒന്ന് വിശദീകരിക്കാമോ? യുക്തിയും ഭക്തിയും നല്ല ചോദ്യം തന്നെ. പലപ്പോഴും യുക്തിയെ മാറ്റിവെച്ചാലേ ഭക്തിയിൽ പോവാൻ പറ്റുകയുള്ളൂ. യുക്തി, മനസ്സ്, ബുദ്ധിയൊക്കെ ചേർന്നത്. എന്നാൽ ഭക്തി ഹൃദയവും ആത്മാവുമായി ബന്ധപ്പെട്ടത്. മനസ്സും ബുദ്ധിയും നമ്മുടെ താൽക്കാലിക സുഖം, സൗകര്യമൊക്കെ നോക്കി പ്രവർത്തിക്കുന്നു. ഭക്തി ഒരു ജീവന്റെ പ്രയാണം എങ്ങനെ ആവണം എന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. സാക്ഷാത്കാരമെന്ന അവസ്ഥയിൽ എത്തണമെങ്കിൽ ആദ്യം ഭക്തി വേണം. അല്ലാതെ ശൂന്യത ധ്യാനം, നിരാകാര ധ്യാനം എന്നിവയിലൂടെയൊന്നും പെട്ടെന്ന് കിട്ടില്ല. പല ജന്മങ്ങളിലെ ഭക്തിയിൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ ഈ നിലയിലെല്ലാം എത്തുകയുള്ളൂ. ശരിയമ്മേ. ഇത്രയും പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി അമ്മേ.